അതെ, എങ്ങനെങ്കിലും. അയ്യോ ഞാൻ പറയില്ല, കാഞ്ഞാണി ചേട്ടൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞാൽ മതി. ഏയ് അത് ശരിയാവില്ല. അവൻ ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. പിന്നെ ജൂലി ചേച്ചി ചതിച്ചൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കല്ലേ. കിരീട്ടിന് അതൊക്കെ മറന്നു കാണും. ചേട്ടൻ പോയി ചോദിച്ചു നോക്ക്. എന്നിട്ട് വേണം അവൻ എന്നെ വെട്ടിക്കൊല്ലാൻ. അപ്പം ജൂലി ചേച്ചി പറ്റിച്ച മാത്രല്ലല്ലോ, കാര്യം വേറെ എന്തോ ഉണ്ടല്ലോ. അതിപ്പോ ഞാൻ നിന്നോട് എങ്ങനെയാ പറയുക? ഉദാഹരണത്തിന് ഞാനും ഗിരിയും പട്ടാളത്തിലായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ താങ്കൾക്കോ? നിങ്ങൾ കുടിക്കൂ ലെഫ്റ്റനന്റ് കാഞ്ഞാണി. ക്യാപ്റ്റൻ, യു ആർ സോ കൈൻഡ്. ലെറ്റ്സ് മൂവ് ക്യാപ്റ്റൻ. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചാണ് വയ്ക്കാൻ. യെസ് ക്യാപ്റ്റൻ. ശത്രുക്കൾ മൈനുകൾ കുഴിച്ചിട്ടുണ്ടാവും. കൺട്രി ഫെലോസ്. Captain! Save me, please, please. Lieutenant Kanjani! Save me, Captain. Save me. അനങ്ങരുത്. Stay still. Save me, Captain. സൂക്ഷിച്ച്. Don't get panic. No. സൂക്ഷിച്ച്. Captain, please. പയ്യെ കാലെടുക്കൂ. ഇനിയൊരു കല്ല്. Lieutenant Kanjani! Lieutenant Kanjani! Lieutenant Kanjani! അങ്ങനെ ചെയ്തോ? അങ്ങനെ ചെയ്തില്ല, അതിലും വലുതാ ചെയ്തത്. പുറത്ത് പറയാൻ കൊള്ളില്ല. അപ്പം കിരിയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലീസ്. ഏതായാലും ഞാൻ പറഞ്ഞു നോക്കാം. നീ പറഞ്ഞോണ്ടോ ഇവനെ സഹായിക്കാൻ വേണ്ടിട്ടല്ല. നമ്മുടെ പിള്ളേർക്ക് ഒരു അവസരം ആയിക്കോട്ടെ നിർത്തിട്ടാ. പോടി. ഞാനോ? ഞാൻ വരാം. പിന്നെ ഈ വർഷത്തെ സമൂഹത്തിന്റെ പിരിവ് ഞാനങ്ങ് വരുന്നുണ്ട്. കുട്ടി ഡോക്ടറും പപ്പ ഡോക്ടറും നല്ലൊരു തുക പിരിവ് തരേണ്ടി വരും. ഓ ആയിക്കോട്ടെ. തുക മാത്രല്ല, എന്റെ എല്ലാ സഹായവും ഉണ്ടാവും. അടുത്ത മീറ്റിംഗ് മുതൽ ഞാനും ഉണ്ടാവും എല്ലാത്തിനും. എങ്ങോട്ടാ? ഇപ്രാവശ്യം സമൂഹ വിവാഹ മീറ്റിംഗ് അലങ്കരിക്കാൻ ഈ പൂജയുണ്ട്. നല്ലതാ മോളെ, ഈ സാമൂഹ്യ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നല്ലതാ. ഐ എം പ്രൗഡ് ഓഫ് യു. അതെ, ഈ ചെക്കിലൊന്ന് ഒപ്പിട്ടെ. അമൗണ്ട് ഒക്കെ ഞാൻ എഴുതിക്കോളാം. ഇത് എന്റെ ചെക്കല്ലേ? ഓഹോ. താങ്ക് യു. അധികം ഇടപെടണ്ട. ഏതായാലും ആ മീറ്റിംഗ് കൊണ്ട് ഗിരിയേട്ടനോട് കുറെ കൂടി അടുക്കാൻ പറ്റി.
അതാ ഒരാളെ കാണാൻ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചപ്പം അധികം നിർബന്ധിക്കാതെ എന്നെ സമ്മതിച്ചത്. ഇതാരുടെ വീടാ? വാ പറയാം. ആ ഹലോ, വായാടി മറിയം, വെൽക്കം. വാ വാ വാ. യാത്രയൊക്കെ സുഖമായിരുന്നു? ഗിരി അല്ലേ? എനിക്കറിയാം. ഗിരിക്ക് എന്നെ അറിയണമെന്നില്ല. ബുക്സ് വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ജേക്കബ് തരകൻ, അക്ഷര പബ്ലിക്കേഷൻസ്. അറിയാം. പൂജയെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ചുള്ള പരിചയം. പേടിക്കണ്ട, കൂടെ പഠിച്ചല്ല. ഇവിടത്തെ കിടക്കയിലെ കിടപ്പ് നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി കിടക്കാറുണ്ട്, ചികിത്സയ്ക്ക്. അക്ഷര പബ്ലിക്കേഷൻസ് ഈ ആഴ്ച പുറത്തിറക്കാൻ പോകുന്ന പുസ്തകം. ആദ്യത്തെ കോപ്പി ഗിരിക്കിരിക്കട്ടെ. തുറന്നു നോക്ക്. ആശുപത്രിവാസകാലത്ത് ഇതിന്റെ കയ്യെഴുത്ത് പ്രതി ഇവളാ എനിക്ക് തന്നത്. വായിച്ചു നോക്കിയപ്പോ പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് എനിക്ക് തോന്നി. ഇവളെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നുമല്ല, ശരിക്കും നല്ലതാടോ. തന്റെ അമ്മ അറിയപ്പെടേണ്ട ഒരു എഴുത്തുകാരി തന്നെ. ആദ്യ പ്രതി ഗിരി എന്നെ അമ്മയ്ക്ക് കൊടുക്കണമെന്നുള്ളത് ഇവളുടെ വലിയ ആഗ്രഹമായിരുന്നു. സുമിത്രയ്ക്ക് സന്തോഷാവും ഇല്ലേ? അതോ കവിത മോഷിച്ചു എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചകത്തിടോ? പോയിട്ട് വരാം. ഇവള് ആളൊരു സംഭവം. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക എന്ന് വെച്ചാൽ അതത്ര എളുപ്പമല്ല. അതിന് മനസ്സ് നിറയെ സ്നേഹം വേണം. താനാള് ഭാഗ്യവാനാ. ഇവളെ പോലെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയല്ലോ. ഗുഡ് ലക്ക്. ശരി, ഇറങ്ങട്ടെ. ഓ, എന്റെ ടോമിച്ച തന്നോട് പറഞ്ഞു ഞാൻ മടുത്തു. എടോ, ഈ കേരളത്തിന്റെ ഈ ഹരിതാഭയെ ഈ പച്ചപ്പും താൻ ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണടോ. എന്നാ താൻ പോടോ. മോളെ, ആ രവി വന്നിരുന്നു. ആ സമൂഹ വിവാഹത്തിന്റെ എന്തോ ലിസ്റ്റോ ഡീറ്റെയിൽസോ ഒക്കെ ശരിയായിട്ടുണ്ട്. നിന്നോട് ഒന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് നാളെ അല്ലേ പാപ്പ? നാളത്തെ കാര്യം നാളെ. ഇന്നത്തെ സന്തോഷം ഇന്നത്തെ സന്തോഷം. കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമാക്കണം ഇത്തവണ. 25 പേരുണ്ട്. ആ ജ്വല്ലറിക്കാരന്റെ സ്പോൺസർഷിപ്പ് നമ്മുടെ മന്ത്രിയെ കൊണ്ട് തന്നെ ഒന്നുകൂടി റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ശരിയാക്കണം. അത് നമുക്ക് നോക്കാം. ആ ലിസ്റ്റ് നോക്കിയായിരുന്നു? അല്ല, നമ്മുടെ ഗോപാലന്റെ മോള് ശ്രീലക്ഷ്മിയുടെ പയ്യനാരാ? അത് മാത്രം ശരിയായിട്ടില്ലല്ലോ. ഞാനത് സെക്രട്ടറിയോട് സൂചിപ്പിച്ചിരുന്നു. ശ്രീലക്ഷ്മിയെ എന്റെ മകൻ ഗിരി വിവാഹം ചെയ്യും. അത് കൊള്ളാം സുമിത്രേച്ചി, നിങ്ങളുടെ വലിയ മനസ്സാ. അതെ, വലിയ മനസ്സ്, സഹായം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ഔദാര്യമായി കാണരുത്. ശ്രീലക്ഷ്മി നല്ല കുട്ടിയാ. ചെറുപ്പം മുതലേ എനിക്ക് അവളെ അറിയാം. ഗിരിക്കും അവന് ശരിക്കും ചേരും. പിന്നെ ഗിരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നാട് മുഴുവൻ കൊട്ടിഘോഷിച്ച ഒരു ആഘോഷത്തിന് അവന് താല്പര്യം ഉണ്ടാവില്ല. അവനിതിഷ്ടാവും.